ഓവറോൾ ട്രെൻഡ് ഈസ് ബുള്ളിഷ്. ഇന്ത്യ ഏറ്റവും പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന രാജ്യം തന്നെയാണ്, ഒരു ഡൗട്ടും നമുക്ക് അതിൻ്റെ അകത്ത് വേണ്ട. ലോങ് ടൈമിൽ നമ്മളെല്ലാവരും ബുള്ളിഷാണ്, അതുകൊണ്ടാണല്ലോ നമ്മൾ SIP കണ്ടിന്യൂ ചെയ്യൂ എന്ന് പറയുന്നത്. ബീറിഷ് മാർക്കറ്റിൽ F&O ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബീറിഷ് മാർക്കറ്റിൽ F&O ഫ്യൂച്ചറും ഓപ്ഷൻസും ട്രേഡ് ചെയ്യുമ്പോൾ എളുപ്പമാണെന്നാണ് എല്ലാവരും കരുതുന്നത്. കാരണം ചുമ്മാ പുട്ട് മേടിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു അവിടെ ഒരു പ്രശ്നം. എന്നാലും 2025 ഒരു പക്ഷേ നിഫ്റ്റിനേക്കാൾ റിട്ടേൺ തരാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി സ്റ്റോക്ക് മാർക്കറ്റിൽ ബ്ലഡ് ബാത്താണ്. വളരെ വലിയൊരു ബെയറിഷ്നെസ് ആണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു 2025 തുടക്കം നല്ലതാണോ? എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് ചെയ്യേണ്ടത്? ഓക്കെ, 2025 ബീറിഷ് മാർക്കറ്റ് ആയിരിക്കും എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു. 21,000 ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീഡിയോന് താഴെ ഭയങ്കരമായിട്ടുള്ള കമൻറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആഴ്ച മാർക്കറ്റ് വീണ്ടും ബീറിഷായി. ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ട്രിഗർ വന്നാൽ മാർക്കറ്റ് കൂടുതൽ ഡൗൺ സൈഡ് പോകാനുള്ള റീസൺസ് ഉണ്ട് എന്നുള്ളത്. ആ സമയത്താണ് വൈറസ് ഒരു ട്രിഗറായിട്ട് വരികയും ഒറ്റ ദിവസം തന്നെ മാർക്കറ്റിൽ 2% വലിയ കറക്ഷൻസ് വരികയും ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ കറക്ഷൻസ് കണ്ടിന്യൂ ചെയ്തു. വെള്ളിയാഴ്ച മാത്രമാണ് TCSൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ TCSൽ ഏകദേശം 4% ഒരു അപ്സൈഡ് കണ്ടത്. അങ്ങനെ ഈ ഒരു ബീറിഷ് മാർക്കറ്റിൻ്റെ സമയത്ത് പെട്ടെന്ന് ഇത്തരത്തിലുള്ളൊരു പോസിറ്റിവിറ്റി വന്നാൽ എന്താ കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ പെട്ടെന്നൊരു ഹൈപ്പ് വരും. മാർക്കറ്റ് കറക്റ്റ് ഇപ്പോഴും മാർക്കറ്റ് കറക്റ്റ് ചെയ്യേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. ഒന്ന്, ഏണിങ്സ് കുറവാണ്, വാല്യുവേഷൻ കറക്റ്റ് അല്ല, അപ്പോൾ റൈറ്റ് വാല്യുവേഷനിലോട്ട് മാർക്കറ്റ് വരണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. രണ്ടാമത്, പലരും സ്റ്റോക്കുകൾ കുറേ നാളുകളായിട്ട് ബുക്ക് ചെയ്യാതെ കീപ്പ് ചെയ്യണം. അപ്പോൾ സ്റ്റോക്കുകൾ വിറ്റാലേ ടാക്സ് വരുള്ളൂ ഗവൺമെൻറ്റിന്. അപ്പോൾ ഗവൺമെൻറ്റിനും ഈ പറയുന്ന സ്റ്റോക്കുകളെ ബുക്ക് ചെയ്യിപ്പിക്കാനുള്ള ആഗ്രഹമുണ്ട്. മൂന്നാമത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ബാങ്കുകളിലുള്ള ഡെപ്പോസിറ്റ്സ് ഭയങ്കരമായിട്ട് കുറയുന്നത് ബാങ്കുകളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ്സ് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കുറച്ച് നാൾ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ റിട്ടേൺ ഒന്നും നൽകാതെ ഇരിക്കണം. 25,000 കോടി രൂപയാണ് ലാസ്റ്റ് മന്തിൽ SIP ആയിട്ട് മാർക്കറ്റിലെത്തിയത്. അപ്പോൾ അത് ഭയങ്കര വലിയൊരു നമ്പറാണ്, ഓൾ ടൈം ഹൈ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് കറക്റ്റ് ചെയ്യേണ്ടത് ഒരു ആവശ്യമാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. നമ്മൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിലോട്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് ഓൾ ടൈം ഹൈ അടിച്ചതിന് ശേഷം US ഒരു കറക്ഷൻ കാണുന്നുണ്ട്. ട്രംപ് എഫക്റ്റ് വരാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന 2025 ഒന്നല്ലെങ്കിൽ ഒരു പക്ക സൈഡ് വൈസ് ഇയർ, അല്ലെങ്കിൽ ഒരു സഡൻ, അല്ലെങ്കിൽ അടുത്ത ഒരു ഫെബ്രുവരി മാർച്ച് വരെയൊക്കെ ഒരു കറപ്ഷൻ കഴിഞ്ഞിട്ട് 21,000 അല്ലെങ്കിൽ 20,800 ലെവൽ വരെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഒരു മാർച്ച് പകുതിയോടുകൂടി ആ ഒരു കറക്ഷൻ കഴിഞ്ഞ് മാർക്കറ്റ് തിരിച്ചു കയറാനുള്ള സാധ്യത ചിലപ്പോൾ ഉണ്ട്. ഇത് രണ്ടും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള റീസൺസ് നമുക്ക് പല പല കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. പക്ഷേ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഇനിയും പൈസ ഉണ്ട് എങ്കിൽ ഗ്രാജ്വലി ഓരോ ഡിപ്പിലും നിങ്ങൾക്ക് പുതിയ സ്റ്റോക്കുകൾ ആഡ് ചെയ്തുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പുതിയ മ്യൂച്വൽ ഫണ്ടുകൾ ആഡ് ചെയ്തുകൊണ്ട് തന്നെ SIP ഒക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ SIP ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ നമ്മുടെ നിഖിൽ നമ്മുടെ അടുത്ത് പറഞ്ഞത് SIP ചെയ്യുന്നുണ്ട്. ഈ ബീറിഷ് മാർക്കറ്റിൽ പേടിച്ചോ എന്ന് ഞാൻ പേടിക്കുകയാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് SIP ചെയ്യുന്ന അക്കൗണ്ട്, ആ ഡിമാറ്റ് അക്കൗണ്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. ഈ മാൻഡേറ്റൊക്കെ കൊടുത്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. കാരണം എന്താ, എന്നും എടുത്തിട്ട് അയ്യോ എത്ര ശതമാനം താഴെ പോയെന്ന് നോക്കി പേടിക്കാതെ നിങ്ങളുടെ SIP കൃത്യമായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ്. ഇതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ 1 by 1 ആയിട്ട് ഓരോ റീസൺസ് വേണമെങ്കിൽ സംസാരിക്കാം. എന്താണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ഈ കറക്ഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് സംസാരിക്കാം എന്നാണ്. നമ്മുടെ ഇൻഫ്ലേഷനൊക്കെ ഇപ്പോഴും ഭയങ്കര ഹൈ ആണ്, സാധനങ്ങൾക്കൊക്കെ ഇപ്പോഴും ഭയങ്കര വിലയല്ലേ. ഓൾറെഡി സാറിന് പറഞ്ഞു ഇൻവെസ്റ്റേഴ്സിന് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്വിംഗ് ട്രേഡേഴ്സ് എന്ത് ചെയ്യുമെന്നുള്ളതാണ്. സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി മേടിച്ചിരിക്കുന്ന സ്റ്റോക്കുകളെ ഇപ്പോൾ ബുക്ക് ചെയ്യേണ്ട ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടോ? ഉറപ്പായിട്ടും സ്വിംഗ് ട്രേഡേഴ്സ് എന്താ ചെയ്യേണ്ടത്, അവർക്കൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാവണം എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 50-day മൂവിങ് ആവറേജോ അല്ലെങ്കിൽ ഒരു സിംഗിളോയോ അവരുടെ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ അവരിപ്പോൾ നോ പൊസിഷനിലായിരിക്കും മിക്കവാറും ഇരിക്കുക. IT-യിലൊക്കെ എൻട്രി ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ഇടയിൽ പൊസിഷൻ ഉണ്ടാവുള്ളൂ. അല്ലാത്ത ഏത് സെക്ടറാണ് സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഹിറ്റ് ആവാത്തത്? അപ്പോൾ അവർ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുകയും ആ സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റാവുന്ന മുറയ്ക്ക് ആ സ്റ്റോക്കുകളിൽ നിന്ന് ചെറിയ ലോസിൽ എക്സിറ്റ് ആവുകയും ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം. ഈ ബീറിഷ് മാർക്കറ്റ് ജീവിതകാലം മൊത്തം ബീറിഷ് മാർക്കറ്റ് ആയിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ മാർക്കറ്റ് വിൽ കം ബാക്ക് അല്ലേ? ആ സമയത്ത് ഉപയോഗിക്കണം നമുക്ക് ക്യാപിറ്റൽ. അതിനു മുമ്പ് ക്യാപിറ്റൽ തീർക്കരുത് എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. സ്വിംഗ് ട്രേഡേഴ്സ് വേണമെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ അടച്ചു വെച്ച് ലീവിൽ പോവുക
എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സ്വിംഗ് ട്രേഡിന് പറ്റിയ മാർക്കറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഗ്യാപ്പ് എടുക്കുക. പക്ഷെ മാർക്കറ്റ് ഇത്ര കറക്റ്റ് ചെയ്തിട്ടും പറഞ്ഞാൽ നിഫ്റ്റി ഐ ടി സെക്ടറിൽ ഇന്നലെ വരെ 3.44% അപ്പായത്. ഐ ടി സെക്ടർ മാത്രം. അതായത് നിഫ്റ്റി ഇത്രയും കറക്റ്റ് ചെയ്ത സമയത്ത് എന്തുകൊണ്ടാണ് ഈ ഐ ടിയിൽ മാത്രം ഇത്രയും ബുള്ളിഷ്നെസ് വരാൻ കാരണം? അത് ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ നമ്മുടെ ഐ ടിയുടെ പ്രോജക്ട്സ് അല്ലെങ്കിൽ ഐ ടി കമ്പനിയുടെ ലാഭം എവിടെ നിന്നാണ് വരുന്നത്? യൂറോപ്പിൽ നിന്നും യു എസിൽ നിന്നുമാണ് പ്രോജക്ട്സ് മൊത്തം വരുന്നത്. അപ്പോൾ ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്ന യു എസിൻ്റെ ഡോളർ ഇൻഡെക്സ് ഏറ്റവും ഹയ്യസ്റ്റ് പീക്ക് ഇൻഫ്ലേഷൻ, ഏറ്റവും ഹയ്യസ്റ്റ് വാല്യൂവിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഡോളർ ഇന്ത്യൻ റുപ്പീസ് തമ്മിലുള്ള വിനിമയം 86 ഇന്നലെ ഹിറ്റ് ചെയ്തു. ഞാൻ നിയർ ടൈമിൽ 90 ഒരു 9 പിന്നീട് 95 100 വരെ ഡോളറിൻ്റെ വാല്യൂ പോകും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ പണ്ട് $1 കിട്ടുന്ന അതേ പ്രോജക്ട്സിന് അവർക്ക് ഇന്നും $1 കിട്ടുന്നുണ്ട്. പണ്ട് 83 രൂപയാണ് കിട്ടുന്നതെങ്കിൽ ഇപ്പോൾ 86 രൂപ കിട്ടുകയില്ല. അപ്പോൾ ഐ ടി കമ്പനിയുടെ ലാഭം കൂടും. ഇതുപോലെ തന്നെയാണ് ഫാർമയിൽ പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ നെഗറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ ഇത് ഐ ടി കമ്പനികളെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ടി സി എസിൻ്റെ ഈ തവണത്തെ റിപ്പോർട്ടിൽ അത് ഭയങ്കര പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ ഡോളർ ഇൻഡെക്സ് ഇങ്ങനെ ഹൈ ആയിട്ട് നിൽക്കുന്നത് ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ കൂട്ടാനും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂട്ടാനും നമ്മുടെ ഇമ്പോർട്ടിൽ ചിലവ് കൂടാനും അത് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ കൂടാനും ഒരു റീസൺ ആകാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അപ്പോൾ ഡോളർ ഇൻഡെക്സ് പിടിച്ചു നിർത്താൻ, ഡോളർ ഇൻഡെക്സിൻ്റെ വില പിടിച്ചു നിർത്താനായിട്ട് അമേരിക്ക നോക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഡോളർ ഇൻഡെക്സ് ഇങ്ങനെ ഹൈ ആയിട്ട് നിന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള എമർജിങ് മാർക്കറ്റുകളിലോട്ട് കൂടുതൽ ഫണ്ട് വരാതെയാകും. FIAs ഇവിടെ നിന്ന് വിറ്റൊഴിവാക്കി പോകാൻ തന്നെയാണ് സാധ്യത. നമ്മൾ ഇന്ത്യയിലെ ഇനിയൊരു കറക്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഇന്ത്യ ഒരു യഥാർത്ഥ പരീക്ഷണം നേരിടും എന്ന് പറയാൻ ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ ഉണ്ട്. നമ്മുടെ GST ഇംപ്ലിമെൻറ്റേഷൻ വന്ന് 2016 ഇപ്പോൾ GST വന്നതിന് ശേഷം ഏകദേശം 8-9 വർഷമായി. അപ്പോൾ GST വന്നു കഴിഞ്ഞപ്പോൾ അത്രയും നാളും കൃത്യമായിട്ട് കണക്ക് കൊടുക്കാത്ത പല കമ്പനികളും അല്ലെങ്കിൽ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും കൃത്യമായിട്ട് കണക്ക് കൊടുക്കുകയും അത് കമ്പനികളുടെ ഗ്രോത്തിലും ഏണിങ്സിലും എഫക്റ്റ് ചെയ്യുകയും ചെയ്തു. അതൊരു സാച്ചുറേഷൻ പോയിന്റിലെത്തി. അപ്പോൾ GST കൊണ്ട് എക്സ്ട്രാ വന്ന ഏണിങ്സിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. ഇനിയും റിയൽ ഫിഗേഴ്സ് വന്ന് തുടങ്ങും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതും നമ്മുടെ മാർക്കറ്റിലെ ഒരു കറക്ഷൻ്റെ പ്രധാനപ്പെട്ട കാരണത്തിന് ഒരു കാര്യമാണ്. ഇപ്പോൾ ഡോളർ ഇൻഡെക്സിൻ്റെ ഇഷ്യൂ, GSTയുടെ ഒരു പെനിട്രേഷൻ കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ ഗവൺമെൻറ് മാക്സിമം ക്യാപെക്സ് ഇനി സ്പെൻഡ് ചെയ്യും. Q3 റിസൾട്ടുകൾ എങ്ങനെ ഇരിക്കും എന്നതൊക്കെ നോക്കിയിട്ടാണ് ഇനി മാർക്കറ്റിൻ്റെ അടുത്ത പ്രയാണം എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ 26,000 ഉണ്ടായ ഒരു പെട്ടെന്നുണ്ടായ ഒരു ബുള്ളിഷ്നസ് ശരിക്കും അതൊരു എന്താ പറയുക, മാർക്കറ്റിലേക്ക് ആ ഒരു പമ്പ്, അതായത് ഹൈ ലിക്വിഡിറ്റി വന്നതുകൊണ്ടാണ്. അതായത് അതൊരു എക്സാക്റ്റ് ആയിട്ടുള്ള റാലി അല്ലായിരുന്നു എന്ന് വിശ്വസിക്കും. ഇല്ല, അങ്ങനെയല്ല. നമുക്ക് അങ്ങനെ എക്സാക്റ്റ് റാലി മാർക്കറ്റ് ഇങ്ങനെ തന്നെയല്ലേ. മാർക്കറ്റ് മുകളിൽ പോകും, ഓവർ വാല്യൂയിലോട്ട് പോയി കഴിയുമ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്യും, അത് കുറച്ചുകൂടി ചിലപ്പോൾ കറക്റ്റ് ചെയ്യും, എന്നിട്ട് തിരിച്ചു വരും. ഇങ്ങനെ തന്നെയാണ് മാർക്കറ്റ് പോകുന്നത്, റൈറ്റ് അല്ലേ? അതിൻ്റെ അത് വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഓവറോൾ ട്രെൻഡ് ഈസ് ബുള്ളിഷ്. ഇന്ത്യ ഏറ്റവും പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന രാജ്യം തന്നെയാണ്, ഒരു ഡൗട്ടും നമുക്ക് അതിൻ്റെ അകത്ത് വേണ്ട. ലോങ് ടൈമിൽ നമ്മളെല്ലാവരും ബുള്ളിഷാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ SIP കണ്ടിന്യൂ ചെയ്യൂ എന്ന് പറയുന്നത്. ട്രേഡേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് എന്താ? ഇപ്പോൾ മാർക്കറ്റിലുള്ള ആളുകൾ ആരാണ്? കൊറോണയ്ക്ക് ശേഷം വന്ന ന്യൂബീസാണ്. ഇവർ ഒരു വലിയ കറക്ഷൻ കണ്ടിട്ടില്ല. ആകെ കണ്ടിരിക്കുന്ന 2021-22 കാലഘട്ടത്തിൽ ഒരു 15% ഒരു കറക്ഷനാണ്. ആഫ്റ്റർ ദാറ്റ് മാർക്കറ്റിൽ ഒരു ഓവറോൾ പോസിറ്റിവിറ്റി തന്നെയാണ്. മാത്രമല്ല, ഈ പുതിയ ആളുകൾ, നമ്മളതിനെക്കുറിച്ചൊരു പോഡ്കാസ്റ്റ് സെപ്പറേറ്റ് ചെയ്തിരുന്നു. പുതിയ ആളുകൾ എപ്പോഴും തൊട്ട് മുമ്പ് നല്ല റിട്ടേൺ നൽകിയ സ്റ്റോക്കുകളെ ക്യാച്ച് ചെയ്യുക എന്നുള്ളൊരു ട്രെൻഡാണ്. അപ്പോൾ ഈ ഒരു ബീറിഷ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കറക്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ബുള്ളിഷ് മാർക്കറ്റിലെ ടോപ്പ് ലീഡേഴ്സ് ആയിരുന്നു. ഈ പറയുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ്, IRFC പോലുള്ള സ്റ്റോക്കുകൾ. അവരൊക്കെ 50% കറക്റ്റ് ചെയ്തു. ഇത് മാർക്കറ്റ് 10% വീണപ്പോൾ ആ സ്റ്റോക്കുകൾ 50% കറക്റ്റ് ചെയ്തു. ഇത് റീറ്റെയിലേഴ്സ് ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ്. നമ്മൾ ഒരിക്കലും തൊട്ട് മുമ്പ് നന്നായിട്ട് പോയൊരു സ്റ്റോക്കിലല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇനിയും ഏത് സ്റ്റോക്കാണ് പോവുക അതിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീറിഷ് മാർക്കറ്റിലും പിടിച്ച് നിൽക്കുന്ന നല്ല നല്ല സ്റ്റോക്കുകളെ നോക്കി കണ്ടുപിടിക്കുക. നല്ല ഏണിങ്സ് ഗ്രോത്ത് നൽകുന്ന സ്റ്റോക്ക്. ഇപ്പോൾ നമുക്ക് നല്ല തീമുകൾ നോക്കുകയാണെങ്കിൽ സോളാർ തീം, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ തീം, എനർജി, എനിക്കൊന്ന് കൺസപ്ഷൻ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തൊരു ബേസിക്സ് ഉണ്ട്. ഇതിന് റിലയൻസ് പോലും ഒരു നല്ല വാല്യുവേഷനിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റിലയൻസ് വളരെ പക്ക വാല്യുവേഷനിലാണ്. അതുകൊണ്ട് തന്നെ റിലയൻസിൻ്റെ ചാർട്ടിൽ കറക്ഷൻ കഴിഞ്ഞതിന് ശേഷം വളരെ നല്ലൊരു കൺസോൾട്ടേഷൻ ഉണ്ട്. ബാങ്ക് ഇപ്പോൾ കറണ്ട് ബാങ്കിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ വലിയൊരു കറക്ഷനിലാണ്. ഒരു 45,000-47,000 വരെയൊക്കെ കറക്റ്റ് ചെയ്തേക്കാം. പക്ഷേ ബാങ്ക് ആ ലെവലെങ്ങാനും എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ അതൊരു അസാധ്യ എൻട്രി ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ കറക്ഷനിൽ പോലെ എൻട്രി ചെയ്ത പല ബാങ്കിങ് സ്റ്റോക്കുകളും
വലിയ കാര്യമായിട്ടൊന്നും പിന്നീട് കറക്റ്റ് ചെയ്തിട്ടില്ല. HDFC ഒക്കെ എത്താണ് ഇപ്പോഴും 1700 1650 റേഞ്ചിൽ തന്നെയുണ്ട്. അപ്പോൾ 1400 റേഞ്ച് കൺസോൾട്ടേഷനൊക്കെ ഒരു വളരെ അടിപൊളി കൺസോൾട്ടേഷൻ ആയിരുന്നു. അപ്പോൾ ബാങ്കുകൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഡാറ്റാ സെൻറ്റർ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. കെമിക്കൽ ഒരു പക്ഷേ അടുത്ത വർഷം ചാർട്ടൊക്കെ കണ്ടിട്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. IT ഫാർമ ഞാൻ ഓൾറെഡി പറഞ്ഞ 2 സെക്ടേഴ്സാണ്. ഈ പറയുന്ന സോഫ്റ്റ്വെയർ കമ്പനികൾ കുറച്ച് ഓവർ വാല്യൂഡ് ആണ്. അതൊക്കെ ഒന്ന് കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ അവരൊക്കെ നല്ല വാല്യുവേഷനിലോട്ട് വരും. സ്വിഗ്ഗി ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, സൊമാറ്റോനേക്കാൾ നമ്മൾ സ്വിഗ്ഗിയിലോട്ട് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചും കൂടി ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഗോൾഡ് ആൻഡ് സിൽവർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നു ബീസ് ഇൻവെസ്റ്റ്മെന്റ്സ് മാത്രമാണ് ഗോൾഡിലും സിൽവറിലും ഉള്ളൂ എന്നുള്ളത്. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഗോൾഡ് ബീസും സിൽവർ അതായത് എനിക്ക് ബീസും. തോന്നുന്നു ഞാൻ 52 റുപ്പീസിന് ഗോൾഡ് ബീസ് വാങ്ങുക എന്ന് പറഞ്ഞ് ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 65-ന്റെ അടുത്ത് ഗോൾഡ് പീസ് എത്തി എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും വലിയ രസം അന്ന് ഞാൻ വളരെ കുറച്ച് പീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ്. പക്ഷേ ഗോൾഡ് നമ്മളെ ചതിക്കില്ല എന്ന് പറയുന്ന പോലെ ഈ ഒരു മാർക്കറ്റിലും ഗോൾഡിന് വലിയ കാര്യമായിട്ടുള്ള കറക്ഷൻ ഇല്ല എന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഈ പറയുന്ന ഇൻഫ്ലേഷനെ എഗെയിൻസ്റ്റ് ആയിട്ടാണല്ലോ, ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഗോൾഡ് മേടിക്കുന്നത്. ഗോൾഡിൻ്റെ ചാർട്ടിൽ ഒരു ഹൈ സ്ട്രക്ചർ ഉണ്ട്. മാത്രമല്ല വേൾഡിൽ മൊത്തം ഇൻഫ്ലേഷൻ വരുമ്പോൾ ആളുകൾ കൂടുതൽ ബൈ ചെയ്യുന്നത് ഈ ഗോൾഡും സിൽവറും തന്നെയായിരിക്കും. ഗോൾഡിനേക്കാൾ ബുള്ളിഷാണ് ഞാൻ സിൽവറിൽ. 2024 ഗോൾഡും സിൽവറും ഗ്രോ ചെയ്ത് അത്രയും 2025 ചിലപ്പോൾ ഗോൾഡും സിൽവറും വളരില്ലായിരിക്കും. എന്നാലും 2025 ഒരു പക്ഷേ നിഫ്റ്റിനേക്കാൾ റിട്ടേൺ തരാൻ പോകുന്നത് ഗോൾഡാണ്. യെസ്. ഈ പറയുന്ന ഒരു 2002 അല്ലെങ്കിൽ നമ്മൾ BSE സ്റ്റാർട്ട് ചെയ്ത സമയത്തോ ഗോൾഡിൻ്റെ വിലയും BSEയുടെ വിലയും ഏകദേശം, BSE മീൻസ് സെൻസെക്സിൻ്റെ വില ഏകദേശം ഒന്നാണ്. ഇപ്പോൾ സെൻസെക്സ് ഈ പറയുന്ന 75,000 ആണെങ്കിൽ ഗോൾഡും നിയർലി 70,000-ൻ്റെ അടുത്ത് തന്നെയാണ്. അതായത് BSEയും ഗോൾഡും വളർന്നിരിക്കുന്നത് ഒരേ റേഷ്യോ തന്നെയാണ്. ഗോൾഡിൽ വലിയ കുറവ് റേഷ്യോ. അപ്പോൾ പലരും ഗോൾഡിനെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് കാണാറുണ്ട്. ഗോൾഡിൽ വലിയ കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റോക്കുകൾ തന്നെയാണ് നല്ലത്. ഒരു 12-13% വളർച്ച ഗോൾഡ് തന്നിട്ടുണ്ട്. ഗോൾഡ് അത് ഇനിയും തരും എന്നാണ്. കഴിഞ്ഞ 30 വർഷം 12% റിട്ടേൺ ഗോൾഡ് തന്നിട്ടുണ്ട് എങ്കിൽ ഈ പറയുന്ന BSEയുടെ അതേ വളർച്ച ഗോൾഡിനുണ്ട് എങ്കിൽ ഗോൾഡും നല്ലൊരു ആൾട്ടർനേറ്റീവ് തന്നെയല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ ബീറിഷ് മാർക്കറ്റിൽ, ഞാൻ പറയുന്നത് ബീറിഷ് മാർക്കറ്റിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാർക്കറ്റ് താഴെ പോവുകയാണെങ്കിൽ ഗോൾഡ് മുകളിൽ പോകും. അപ്പോൾ ഗോൾഡും സിൽവറും 2025 ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ ഒരു 25-30% എങ്കിലും പ്രയോറിറ്റി കൊടുക്കേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് എനിക്കൊണ്ട് കുറച്ചും കൂടി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ലോ ആയിട്ടുള്ള, അതായത് ക്യാപിറ്റൽ കുറവുള്ള ആൾക്കാർക്ക് ബീസ് ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ ക്യാപിറ്റൽ കൂടുതലുള്ള ആൾക്കാർ SGB ബോൺസ് അല്ലേ. ഞാൻ പറയുന്നത് നമുക്ക് ലിക്വിഡിറ്റി ഉള്ളത് BSE തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നത് BSEയിലാണ്. ഗോൾഡ് ബീസും സിൽവർ. ലോങ് ടൈം പെർസ്പെക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഗോൾഡ് സോവറിൻ ബോണ്ട്, എനിക്ക് തോന്നുന്നു ഗോൾഡ് സോവറിൻ ബോണ്ട് മിക്കവാറും 2 കൊല്ലത്തിനുള്ളിൽ തന്നെ നിർത്തും ഗവൺമെൻറ്. കാരണം ഗവൺമെൻറ്റിന് അതുകൊണ്ട് ബാധ്യത മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് വലിയ നഷ്ടമാണത്. അപ്പോൾ അത് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയില്ല. നമ്മൾ നിഫ്റ്റിയുടെ ഓവറോൾ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു മന്ത്ലി ചാർട്ടൊക്കെ ഇട്ട് നോക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒബ്സർവേഷൻസാണ് എനിക്കുള്ളത്. നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ കൊറോണയ്ക്ക് മുമ്പുള്ള ഒരു ചാനലുണ്ട്. ഒരു ചാനലാണ് 2009 ശേഷം നിഫ്റ്റി ഒരു ചാനൽ മൂവ്മെൻറ്റാണ് 2020 വരെ നടത്തിയത്. അതിനുശേഷമാണ് കൊറോണയുടെ ക്രാഷ് വരികയും ഒരു വലിയ ബുള്ളിഷ്നെസ് വരികയും ചെയ്ത്. ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് വീണ്ടും ആ പഴയ ചാനൽ ട്രാക്കിലോട്ട് നിഫ്റ്റി തിരിച്ചു പോകുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അതാണ് നിഫ്റ്റിയുടെ ഗ്രോത്ത് ട്രെൻഡ് ലൈൻ. ആ ട്രെൻഡ് ലൈൻ വീണ്ടും റെസ്പെക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കാരണം ആ പഴയ വളർച്ചയേക്കാൾ ഒരു ഇച്ചിരി കുറവ് വളർച്ചയാണ് ഇനിയും ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് റീഡ് ചെയ്യേണ്ടി വരും. ഓക്കെ. ഈ ഒരു ബെയറിഷ് മാർക്കറ്റ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സെഗ്മെൻറ്റ്സ് ആണ് F&O സെഗ്മെൻറ്റ്സിൽ ചെയ്യാം. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി ട്രേഡ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ഇവിടെ ബീറിഷ് മാർക്കറ്റിൽ F&O ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബീറിഷ് മാർക്കറ്റിൽ F&O ഫ്യൂച്ചറും ഓപ്ഷൻസും ട്രേഡ് ചെയ്യുമ്പോൾ എളുപ്പമാണെന്നാണ് എല്ലാവരും കരുതുന്നത്. കാരണം ചുമ്മാ പുട്ട് മേടിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു സാധനം. അവിടെ ഒരു പ്രശ്നം. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ കേസ് നമ്മൾ എടുക്കുകയാണ്. ഞാനത് ഓൾറെഡി പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ച TCS 4% അപ്പാണ്. എന്നിട്ട് കറക്റ്റ് ചെയ്യുന്നില്ല. ഓപ്പൺ ചെയ്തതിന് ശേഷം അത് 5%, 5.5%-ഒക്കെ പോവുകയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ബീറിഷ് മാർക്കറ്റ് പെട്ടെന്ന് റിക്കവർ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും അടുത്ത റൗണ്ട് സെൽ ഓഫ് വരും എന്ന് നമ്മൾ കരുതും. പക്ഷെ ആക്ച്വലി അതായിരിക്കില്ല വരിക. അങ്ങനെ റിക്കവർ ചെയ്യുകയാണെങ്കിൽ ആ ലെവലിൽ നിന്ന് വീക്ക് സെല്ലേഴ്സിനെ ഒക്കെ SL അടിപ്പിക്കും. വീക്ക് സെല്ലേഴ്സ് മൊത്തം SL അടിച്ചതിന് ശേഷം പുതിയതായിട്ട്
ബുള്ളിഷ് ട്രേഡ് ചെയ്യിപ്പിക്കുന്ന വീക്കർ ഹാൻഡ്സിനെ കൊണ്ട് ബുള്ളിഷ് ട്രേഡ് എൻട്രി ചെയ്യിപ്പിക്കും. അതായത് കറക്ഷൻ കഴിഞ്ഞു, ഇനി മുകളിലോട്ടാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും മുകളിലോട്ട് മാർക്കറ്റിനെ കുറച്ചുകൂടിയൊക്കെ മുകളിലോട്ട് മൂവ് ചെയ്യിപ്പിച്ച് ഒരു ക്ലൈമാക്സ് മൂവ്മെൻറ്റ് എന്നുള്ളൊരു മൂവ്മെൻറ്റൊക്കെ തന്നതിന് ശേഷം ബുള്ളിഷ് മൂവ്മെൻറ്റ് നടത്തിയ എല്ലാവരെ കൊണ്ടും ലോസ് അടിപ്പിച്ചിട്ട് ഒരു ശക്തമായിട്ടുള്ളൊരു ഡൗൺ സൈഡ് വരും. അപ്പോൾ ഇതാണ് ബീറിഷ് മാർക്കറ്റിൽ പുട്ടെടുക്കുമ്പോഴത്തെ പ്രശ്നം. ഒരു ചെറിയ പോസിറ്റിവിറ്റി വരുമ്പോഴേക്കും ഒരു വലിയ മൂവ്മെൻറ്റ്, അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ട്രിഗർ വരുമ്പോൾ ടപ്പേന്ന് പറഞ്ഞിട്ട് താഴത്തോട്ടൊരു മൂവ്മെൻറ്റ്. അപ്പം ഇത് ടാക്കിൾ ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ ഓപ്ഷൻ മാർക്കറ്റിൽ, ബീറിഷ് മാർക്കറ്റിൽ വലിയ ലോസുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ എനിക്കിഷ്ടം ഈ കറക്ഷൻ ഒന്ന് തീർന്ന്, ഈ കറക്ഷനിൽ സർവൈവ് ചെയ്ത്, ഈ കറക്ഷനിൽ തീർന്ന് ഏകദേശം ബോട്ടം ഔട്ട് ആയതിനു ശേഷം തിരിച്ചു വരുന്നൊരു മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിൽ നമ്മൾ ബുള്ളിഷായിട്ട് കോൾ ഓപ്ഷൻ ബൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഓർഡിനറി പ്രോഫിറ്റ്സ് വിത്ത് പ്രോപ്പർ റിസ്ക് റിവാർഡിൽ ചെയ്യാൻ പറ്റും ഒരു ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ചോളം. ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ചോളം അവിടെയും കുറച്ചുകൂടി റിസ്ക് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇൻട്രാഡേ വോളറ്റൈലിറ്റി ഭയങ്കര ഹ്യൂജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫ് ഡിസ്റ്റൻസ് ഫ്രം F&O മാർക്കറ്റ്, പൊസിഷൻ സൈസ് കുറയ്ക്കുക. മാത്രമല്ല ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ വില എത്രയാണ്, 700-800 രൂപയൊക്കെയാണ്. അപ്പോൾ പണ്ടത്തെ ക്യാപിറ്റലൊന്നും പോരാ നമുക്ക് ട്രേഡ് ചെയ്യാൻ. ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിഫ്റ്റി സെൻസെക്സുമാണ് ചെറിയ ക്യാപിറ്റലും അല്ല. അത് 75 ക്വാണ്ടിറ്റി. അപ്പോൾ ഒരു ലോട്ടിനൊക്കെ തന്നെ 20,000 രൂപയൊക്കെ വരുന്നുണ്ട്. ബട്ട് കുഴപ്പമില്ല, ഞാൻ പറയുന്നത് തിരിച്ചു വരുന്ന മാർക്കറ്റ് പിടിക്കാൻ നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ബീറിഷ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ കംഫർട്ടബിൾ ആണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാം. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചേഴ്സിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അടിപൊളിയല്ലേ. അതായത് സ്റ്റോക്ക് താഴത്തോട്ട് പോകുമ്പോൾ ഫ്യൂച്ചേഴ്സ് സെല്ല് ചെയ്തിടാം എന്നുള്ളതാണ്. പക്ഷെ ഞാൻ അത് ചെയ്ത് പരിശീലിച്ചിട്ടില്ല. കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാം. ഓവർനൈറ്റ് റിസ്കുകൾ ഭയങ്കര ഹൈ ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഓപ്ഷൻസിൽ ഈ ഒരു ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വന്നേ പിന്നെ ഒരുപാട് സ്റ്റോക്ക് ഓപ്ഷൻ പ്രിഫർ ചെയ്യുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ എനിക്ക് ഈ ഒരു ബെയറിഷ് മാർക്കറ്റ് പണി കിട്ടും ആണല്ലേ. കാരണം ഓവർനൈറ്റ് ഗ്യാപ് ഡൗൺസ് ഭയങ്കര കൂടുതലല്ലേ. മറ്റേ ഇൻട്രാഡേയിൽ വോളറ്റൈലിറ്റി കൂടുതലായതുകൊണ്ട് ഒരുപക്ഷെ ഡി കെ കുറവായിരിക്കും. പക്ഷേ ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടാം. പക്ഷേ റിസ്ക് ഈസ് വെരി ഹൈ എന്നുള്ളത് തന്നെയാണ് ഞാൻ കാണുന്നത് സ്റ്റോക്ക് ഓപ്ഷൻസിൽ. കിട്ടിയ പോയി കൺസെപ്റ്റിൽ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ബെയറിഷ് മാർക്കറ്റ് മാറി ഒരു ബുള്ളിഷിലേക്ക് വരാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. മാർച്ച് ഹാഫോട് കൂടി. പിന്നെ നമുക്ക് ഏറ്റവും നമ്മൾ ക്രൂഷ്യലായിട്ട് നോക്കിയിരിക്കുന്ന ബഡ്ജറ്റും ഫെബ്രുവരി 1-ാം തീയതി. പിന്നെ ട്രംപ് കയറിയിട്ട് എന്തൊക്കെയാണ് ജനുവരി 20-ാം തീയതി ട്രംപ് വരുന്നുണ്ട്. അപ്പൊ ട്രംപിന്റെ മനസ്സിൽ ട്രംപ് എന്തൊക്കെയാണ് കണ്ടിരിക്കുന്നത് നമുക്കറിയില്ല. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കണം. അപ്പോൾ അതും കൂടി കഴിഞ്ഞാലാണ് നമുക്ക് നല്ലൊരു ഡിസിഷനിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും പ്രിക്കോഷൻസ് എടുത്ത് വെച്ചിരിക്കുക. സ്വിംഗ് ട്രേഡേഴ്സ് ബുക്ക് ചെയ്ത് മാറിയിരിക്കുക. സിംഗിൾ സ്റ്റോക്കിലൊന്നും പോയിട്ട് ഓവർ എക്സ്പോഷർ എടുക്കാതിരിക്കുക. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലൊക്കെ സൂക്ഷിച്ച് മാത്രം ചെയ്യുക. ക്വാണ്ടിറ്റീസ് കുറയ്ക്കുക. രണ്ടാമതൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ പോലും കുറച്ച് ഫിയർ ആവാനുള്ളൊരു സാധ്യതയില്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് ഓവർ ഫിയർ ആക്കുന്ന, ഞാൻ വലിയ ഫിയറൊന്നും ആക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ റൈറ്റ് ഇൻഫർമേഷൻസ് മാക്സിമം ഷെയർ ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. എന്നാലും ചില ആളുകൾക്ക് ഇത് ഫിയർ ഫാക്ടർ ഉണ്ടാക്കാം. അത് പേടിച്ച് സ്റ്റോക്കുകൾ എക്സിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ലോങ് ടൈമിലോട്ട് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ എക്സിറ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്. പറ്റുമെങ്കിൽ ബീറിഷ് മാർക്കറ്റിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരു പക്ഷെ നല്ലതായിരിക്കും. അത് ശരിയാണ്. കാരണം പലരുടെയും പല കാര്യങ്ങൾ കേട്ട് നമ്മൾ തന്നെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയി. ഇപ്പം തന്നെ നമ്മൾ ഈ വീഡിയോ ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ട് പേടിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഇടുക. കാര്യം എന്താ, എന്നാലും നമുക്ക് ക്ലിക്ക് ബൈറ്റ് കിട്ടുള്ളൂ. സത്യം അവിടെയാണ്. അല്ല നമ്മൾ ഒരു ഇങ്ങനെ എഴുതുകയാണ്, ബീറിഷ് മാർക്കറ്റാണോ ഇനിയും വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പച്ച ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പല ആൾക്കാരും അത് ക്ലിക്ക് പോലും ചെയ്യില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുക. എല്ലാവരെയും ഫിയർ അടിപ്പിച്ചുകൊണ്ട് ക്ലിക്ക് ബൈറ്റ്സ് ഉണ്ടാക്കും. ഉറപ്പാണ് നമ്മളും ഇൻഡസ്ട്രിയിലായതുകൊണ്ട് നമുക്ക് അത് ചെയ്യേണ്ടി വരും. പക്ഷേ അത് കണ്ട് പേടിക്കാൻ നിൽക്കരുത്. ഇതൊക്കെ സോഷ്യൽ മീഡിയയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്. അല്ല, ഈ ഒരു വൈറസ് ബാധ എല്ലാവരും ആ ഒരു ഫിയർ ഫാക്ടർ എത്തിച്ചിട്ടുണ്ട്. അത് പലരും പറയുന്നുണ്ട് വൈറസ് ആയതുകൊണ്ടാണ് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഞാൻ അന്നും പറഞ്ഞില്ലേ, ഒരു ട്രിഗർ വരികയാണെങ്കിൽ ആ ഒരു റീറ്റെയിലേഴ്സിനെ പാനിക് ആകാനുള്ള ട്രിഗർ ഇത്രയും മതി അല്ലേ. റൈറ്റ്. ഞാൻ പേടിക്കുന്ന മറ്റൊരു കാര്യം 2025 നമുക്കറിയാം, റഷ്യ-യുക്രൈൻ വാർ നടന്നു 2 വർഷമായി. റഷ്യ അവിടെ ഇങ്ങനെ ചെറുതായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. റഷ്യയ്ക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇസ്രായേൽ വീട്ട് ഗാസയിൽ ഇഷ്യൂ ചെയ്യുന്നു. ഇസ്രായേലിനും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2025 ഏഷ്യയിൽ അതുപോലെ ഒരു വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചൈന തായ്വാൻ ഇഷ്യൂ.
ചൈന തായ്വാനെ പൂർണ്ണമായിട്ടും അവരുടെ കയ്യിലോട്ട് മാറ്റാനുള്ള സാധ്യത വരികയും മറ്റു രാജ്യങ്ങൾ അതിനെ ഇടപെട്ട് തടയാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് വലിയ ഇഷ്യൂസിലോട്ട് പോവുകയും ചെയ്യും. പലരും പറയുന്നത് തായ്വാനായിരിക്കും മൂന്നാം ലോക മഹായുദ്ധത്തിന് കാരണമാകുന്നതെന്നൊക്കെയാണ്. ഞാൻ അത്രയ്ക്കൊന്നും കടന്നൊന്നും പറയുന്നില്ല. പക്ഷേ ചൈന തായ്വാൻ ഇഷ്യൂ 2025 ഏഷ്യയിൽ വലിയ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുകയും അത് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അത് എന്നാണെന്നൊന്നുമല്ല, ഇതൊരു പ്രവചനമായിട്ടും കാണണ്ട. അതിന് ഞാനൊരു ജിയോ പൊളിറ്റിക്കൽ എൻ്റെ ഒരു നിരീക്ഷണമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സുനിൽ അത്യാവശ്യമില്ലാതൊക്കെ തുടങ്ങി ചൈന തായ്വാൻ ഇഷ്യൂ 2025 എൻ്റെ പ്രവചനം കിടക്കട്ടെ ജനുവരിയിൽ. ശരിയായി കഴിഞ്ഞാൽ നമുക്ക് പറയാലോ. അല്ല, അത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. ദർ ഇസ് എ റീസൺ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു റിസർച്ച് ചെയ്യുന്ന ഞാനത് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ഇത് ചെയ്യാത്തതുകൊണ്ടായിരിക്കും നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു. ഇപ്പോൾ ട്വിറ്ററിലാണെങ്കിലും ചൈനീസിൻ്റെ പല മേജറുകളെ ആണെങ്കിലും അല്ലെങ്കിൽ US പല മേജർ മിലിറ്ററി ഒഫീഷ്യൽസിനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ട്വീറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ചെറിയൊരു സ്മെല്ല് വരുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് ചൂട് പിടിച്ചിട്ടില്ല, ചിലപ്പോൾ അടുത്ത 6-7 മാസത്തിനുള്ളിൽ ചൂട് പിടിക്കാനുള്ള സാധ്യത. എന്തായാലും മൺഡേ എന്ന് പറയുന്ന ദിവസം ട്രേഡേഴ്സിന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഡേ ആണ്. ആ ഒരു സപ്പോർട്ടിൽ മാർക്കറ്റ് നിൽക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മൺഡേ മാർക്കറ്റ് നോക്കാം. ഈ സപ്പോർട്ട് നേരെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് അടുത്ത സൈഡിൽ ഇങ്ങനെ മഴത്തുള്ളി പോലെ ഇങ്ങനെ വീഴും. അല്ല, അവിടെ ഒന്നും ഒരു സപ്പോർട്ടില്ല. തീർച്ചയായിട്ടും ഇലക്ഷൻ ഡേയുടെ ലോ ആണ് ബാങ്ക് നിഫ്റ്റിയുടെ അടുത്ത സപ്പോർട്ട്. എന്റെ പൊന്നെ, ഞാൻ പോട്ടെ. നിഫ്റ്റിയിലും അത് തന്നെയാണ്. നിഫ്റ്റിയും കറക്റ്റ് ചെയ്താൽ ഇലക്ഷൻ ഡേയുടെ ലോ വളരെ ക്രൂഷ്യലാവാൻ സാധ്യതയുണ്ട്. അതാണ് 21,000. ഞാൻ പറഞ്ഞ 21,000 എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് അതിലേക്കൊന്നും വരാതിരിക്കാനുള്ളൊരു വരാതിരിക്കട്ടെ ചെയ്യാൻ പറ്റില്ല. എന്തായാലും അത് എക്സ്പെക്റ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. ഉറപ്പായിട്ടും വേറൊരു പോഡ്കാസ്റ്റ് ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.